വെൽക്കം ടു ഇൻസ്ബ്രുക്ക്, ഓസ്ട്രിയ. അങ്ങനെ നമ്മൾ ഓസ്ട്രിയയും എത്തിയിരിക്കുവാണ്. നമ്മുടെ ലാസ്റ്റ് രാജ്യമാണ്. ഇനിയിപ്പോ ലാസ്റ്റ് ഇറ്റലിയിലേക്ക് തിരിച്ചു പോകുന്നല്ലേ ഉള്ളൂ. ആൻഡ് ഓസ്ട്രിയ നമ്മൾ എപ്പോഴും വിസിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച രാജ്യമാണ്. ആൻഡ് ഇൻസ്ബ്രുക്ക് എൻ്റെ ഒരു ഡ്രീം കൺട്രി ആയിരുന്നു, ഡ്രീം റീജിയൻ ആണ്. കാരണം മൗണ്ടൻസ്, ആൽപ്സിന്റെ ഒക്കെ ഇടയിലുള്ള ഒരു സിറ്റിയാണ്. അപ്പൊ നമ്മൾ ഒരു ഇൻസ്ബ്രുക്കിന് ഒരു ടൂർ ആയിരിക്കും ചെയ്യുന്നത്. കിടിലൻ ഫുഡും കഴിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. അതാ ഞാൻ പറയാം, ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ഇതൊരു ട്രയംഫ് ആർക്ക് എന്ന് പറയുന്ന റോമിൽ ഇതുപോലത്തെ ഒരു ആർച്ചുണ്ട്, നമ്മൾ കണ്ടില്ലേ? റോമിൽ കണ്ടായിരുന്നു. അതിന്റെ ഒരു റെപ്ലിക്ക പോലെയാണിത്. ഇന്ത്യയിലൊന്നും ഇല്ല പറയാ, അതല്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ ടൂർ തുടങ്ങാം. ഇത് മറിയ തെരേസ സ്ട്രീറ്റ് ആണ്, ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. എങ്ങനെ കിടക്കണം പിന്നെ? അതിപ്പോ വിന്റർ ഒക്കെ അല്ലേ. ഭംഗി എന്താ പറയുക, സ്വിറ്റ്സർലൻഡ് ഒക്കെ പോലെ തന്നെ ബാക്കിൽ ബ്യൂട്ടിഫുൾ മൗണ്ടൻസ് ആണ്. മൗണ്ടൻസും മിസ്റ്റും സ്നോയും അതിൻ്റെ ഇടയ്ക്ക് ഒരു കിഡിലൻ ടൗൺ ആണ്. ഇത് ട്രയാൾ ഏരിയ എന്ന് പറയും ഈ ഒരു ഏരിയയുടെ. അതിൻ്റെ ക്യാപിറ്റലാണ് ഇൻസ്ബ്രുക്ക്. ബാ, നല്ല ഭംഗിയല്ലേ ബ്രൂക്ക്? അത് നല്ല കളേഴ്സ് അല്ലേ, ഒരു ക്യാൻഡി ഫീലാ. ക്യാൻഡി ലാൻഡ് ഫീലാ ഇവിടെ മൊത്തം. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഏരിയ. അതുകൊണ്ട് ഇവിടുത്തെ ഡിസേർട്ട്സിലെല്ലാം ആപ്പിൾ ബേസ്ഡ് ഡിസേർട്ട്സ് ഭയങ്കര ഫേമസ് ആണ്. സോ അതെന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. ട്രാം ഒക്കെ നോക്ക്, നല്ല രസം, നല്ല ബ്യൂട്ടിഫുൾ സിറ്റി അല്ലേ ഇൻസ്ബ്രുക്ക്. അത് ഈ ബിൽഡിങ്സിന്റെ ഒക്കെ കളേഴ്സ് ഉണ്ട്, ഒരു സെയിന്റ് പീറ്റർസ്ബർഗ് ലുക്ക് ഉണ്ട്. അതെന്താ അറിയോ, കുറെ ഗോൾഡൻ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതാണ് ഈ ലുക്ക് വരുന്നുണ്ട്. അതെ, ഇത് നോക്കിക്ക്, പെർഫെക്റ്റ് ഫ്രെയിം അല്ലേ, അടിപൊളിയല്ലേ? ബാക്കിൽ ആ മൗണ്ടൻസ്, ഒരു ടൗണും. അതിന് ഇത് ഭയങ്കര ഒരു മോഡേൺ ടൗൺ ആണ്, ഡെവലപ്ഡ് ആണ്, അല്ലാതെ ഒരു വില്ലേജ് ഒന്നും അല്ല ഈ ഇൻസ്ബ്രുക്ക് എന്നാണ് പറയുന്നത്. ഹാർഡ് റോക്ക് കഫേ എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഹാർഡ് റോക്ക് കഫേ ഉണ്ടോ പ്രിയ? ഗോൾഡൻ റൂഫ് വെച്ചാ ചെയ്തിരിക്കുന്നത്. എന്താ ഭംഗിയാ. പക്ഷെ എന്താ ഗോൾഡൻ റൂഫ് എന്നറിയോ? അതിനൊരു മെയിൻ കാര്യമുണ്ട്, അത് കാണിച്ചു തരാം. ബാ, ഇവിടുത്തെ ഏറ്റവും ഒരു ഫേമസ് ലാൻഡ്മാർക്ക് ഇവിടുത്തെ ഗോൾഡൻ റൂഫ് ബിൽഡിംഗ് ആ. ബാ, പള്ളികൾ തന്നെ കണ്ട ശരിക്കും മറ്റേ ക്രീം കേക്കിന്റെ ഐസിങ് വർക്ക് ഇല്ലേ, അതുപോലെ ഇരിക്കുന്നത്. എനിക്ക് ശരിക്കും ഒരു കേക്ക് പോലെ ഉണ്ട്. നല്ല കേക്ക്സും കിട്ടുന്ന സ്ഥലം ഇത്. കേക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടില്ല കേക്ക്സ് കിട്ടും. ഓസ്ട്രിയൻ കേക്ക്സ് റിയലി ഗുഡ്. കഴിക്കണം, ഷ്നിറ്റ്സൽ കഴിക്കണം, കേക്ക്സ് കഴിക്കണം, ആപ്പിൾ പൈ കഴിക്കണം. എവിടെയൊക്കെ കിട്ടും എന്നറിയില്ല, തപ്പ. ലൈറ്റ് പോകുന്നതിന് മുമ്പ് ബാക്കിയൊക്കെ വ്ളോഗ് ചെയ്യണം, അതാണ് ഫസ്റ്റ് തിങ്. സാധനം കിട്ടി, ആപ്പിൾ സ്ട്രൂഡിൽ. ഇതൊരു ഡിസേർട്ടാണ്, ആപ്പിൾ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഒരു പഫ്സിൽ ആപ്പിൾ പഫ്സ്, ആ ഒരു ടേസ്റ്റ് ആണ്. ഞാൻ ഡിസേർട്ടാണ്, പക്ഷെ ഇത് കണ്ടപ്പോൾ തന്നെ നല്ല നല്ല സ്ഥലത്ത് നിന്ന് കഴിച്ചു പോയില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് നടക്കില്ല. ഓ, ഞാനല്ല ഇപ്പുറത്ത് നിൽക്കുന്നത്. ഇതിപ്പോ ഒരു എസ്കിമോനെ പോലെ ഉണ്ട് പ്രിയ. മുഖം കാണാൻ വയ്യ, ചെവിയും കാണാൻ വയ്യ, ഒന്നുമില്ല. ഫ്രഷ്നസ് ഓഫ് ആപ്പിൾ. കൊള്ളാവോ ആപ്പിൾ സ്ട്രൂഡിൽ? ആപ്പിള് വേഗം കഴിക്ക. ഓ, എന്താ ആപ്പിൾ ഭയങ്കര ക്രിസ്പി അല്ല ഇതിൻ്റെ അകത്തെ. ഫ്രഷ് ആപ്പിൾ, സിനമൺ, അല്ലെ കിഡിലൻ ഒരു ക്രോസാന്റിന്റെ ഒരു മുകളിലുള്ള ഒരു ഭാഗമാണ്, അല്ലാതെ നമ്മുടെ പഫ്സിന്റെ പോലെ അല്ല. ഓവർ സ്വീറ്റും അല്ല, അടിപൊളി ആണ് പ്രിയ. ഗോൾഡൻ റൂഫ്, ഇതിന്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1500s ഒരു എംപറർ ഉണ്ടായിരുന്നു. അപ്പൊ എംപററിന് ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു പ്രിൻസസ് കെട്ടണമായിരുന്നു. ബട്ട് ആൾക്കാർ റൂമർ സ്പ്രെഡ് ചെയ്തു ഹിസ് ബ്രോക്ക്. അപ്പൊ അതല്ലാന്ന് കാണിക്കാൻ വേണ്ടി പണിതാണെന്നാണ് ഒരു റൂമർ. പക്ഷെ ഗോൾഡിൽ പണിതു, ഷോ കാണിക്കാൻ. ഞാൻ കോടീശ്വരനാണ് അല്ല, പക്ഷെ ഇത് ആക്ച്വലി അങ്ങനെയൊന്നും അല്ല. ഇത് ഒരു എംപററിന് വേണ്ടി പണിതാണ്. ഇത് ഗോൾഡ് അല്ല, കോപ്പർ ടൈൽസ് ആണ്, വെറും കോപ്പർ ടൈൽസ് ആണ്. പക്ഷെ വെറുതെ ഒരു ഹൈപ്പിന് വേണ്ടി ഗോൾഡൻ റൂഫ് എന്നൊക്കെ പറഞ്ഞ് കഥ ഉണ്ടാക്കിയതായിരിക്കും. കാരണം ഒന്നുമല്ല, ഇറ്റ്സ് ജസ്റ്റ് പ്രോപ്പർ കോപ്പർ റൂഫ്.
അത്രേ ഉള്ളൂ. 2657 rupees കണ്ടുണ്ട്. ഓ, ഇത് പിന്നെ ഇതൊക്കെ കുറച്ചും കൂടെ ഡെക്കറേറ്റീവ് ആണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയ, ഇറ്റ്സ് ആക്ച്വലി സോ സിലിനോ ഇത് കാണാൻ വേണ്ടി ഇൻസ്ബ്രൂക്കിലേക്ക് ആൾക്കാർ ഓടി വരുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയുണ്ട് ഇവിടെ. മാർക്കറ്റിംഗ് ആണ്, എല്ലാം മാർക്കറ്റിംഗ് ആണ്. അത് കാണാൻ വേണ്ടി നമ്മള് ഫ്ലൈറ്റും പിടിച്ചു വരും. ഉണ്ടാക്കി വെക്കണം. സ്ഥലം അടിപൊളിയാണ് അല്ലെ, ഭയങ്കര പിക്ചറിസ്റ്റിക് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ വെരി ബ്യൂട്ടിഫുൾ. പക്ഷെ ഇത് കാണാൻ വേണ്ടി അല്ല വരണ്ട, ഈ ഫുൾ ഇൻസ്ബ്രഗ് എൻജോയ് ചെയ്യാൻ വേണ്ടി വരാം. പ്രിയക്ക് എന്താ മഹാരാജാവിന്റെ എന്ത് വേണമെന്ന്? മഹാരാജാവിന് ഇതുമാതിരി മഹാറാണിനെ കാണാൻ വേണ്ടിട്ട് കെട്ടിയതാന്ന് പറയാലോ. അത് കൊള്ളാലോ. എന്താ പറഞ്ഞ our language is like singing. മലയാളം അല്ലേ? ചിലപ്പോ എന്റെ ശബ്ദം കേട്ടിട്ടായിരുന്നു. ഒന്നുമല്ല, എന്റെ ശബ്ദം കേട്ടിട്ടാ. ഇവിടെ ഒരാൾ ശാശ കാണാനില്ല. ശാശ്വതപ്പു പ്രിയ, ഈ കാണുന്നുണ്ടല്ലോ ടൗൺ ടവർ ആണ്, ഇവിടുത്തെ വാച്ച് ടവർ ആണ്. പണ്ട് 450-year-old ബിൽഡിംഗ് ആണ് ഇത്. ഈ ക്ലോക്ക് ഉള്ളത് വാച്ച് ടവർ ആണ്. സോ ഇതാണ് ആൾക്കാര് പണ്ടത്തെ കാലത്ത് ഗാർഡ്സ് യൂസ് ടു വാച്ച് ചെയ്യുന്നത്. ഫുൾ ടൗണിൽ എവിടെയെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരേണ്ടത്. അപ്പൊ അതിന്റെ ഹിസ്റ്ററി വായിക്കുമ്പോഴാണ് പ്രിയക്ക് പറ്റിയ ജോലിയാ. എന്താ അറിയോ, അവിടെ വെറുതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുക, ശമ്പളം വാങ്ങി വീട്ടിൽ പോവാ. വെറുതെ ഇരുന്നാ മതി, എഴുന്നേറ്റ് നടക്കുക, ഒന്നും വേണ്ട. ആർക്കാ? നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാ ആളുടെ കണ്ണൊക്കെ വെളി തള്ളി, വിശ്വരൂപമൊക്കെ വെളി വരും. അതുകൊണ്ട് ഞങ്ങൾ ഇനി ജെഫ്രിന്റെ ട്രിപ്സ് ഒന്നും കൊണ്ടുപോകത്തല്ലേ. ഇതിപ്പോ ഈ വീഡിയോ വന്നു കഴിയുമ്പോ ജെഫ്രിന്റെ മെസ്സേജ് വരും, നോക്കിക്കോ. അപ്പൊ ഇതാണ് വാച്ച് ടവർ. വാ ജെഫ്രി, ഇപ്പൊ എനിക്ക് മെസ്സേജ് വരും കേട്ടോ. ഇത് എഡിറ്റ് ചെയ്യുന്നില്ല. ഇത് നോക്കിക്കേ, മൗണ്ടൻസ് കാണുന്ന നോക്ക്. അപ്പൊ ഇവിടത്തേക്കുള്ള ഉള്ള വ്യൂ ഇവർക്ക് ഡെയിലി ഇതായിരിക്കും അല്ലേ? എന്താ ഇൻസ്ബ്രുക്ക് അല്ലേ? അതുകൊണ്ട് ഞാൻ എനിക്ക് ഇവിടെ വരണം. വിന്ററിനാണ് ഇവിടെ വരേണ്ടത്. സ്നോ സ്പോർട്സിന് വളരെ ഫേമസ് ആണ്. നമുക്ക് മൗണ്ടന്റെ മേളിൽ പോവാം. പിന്നെ നമ്മള് സ്വിറ്റ്സർലൻഡിന്റെ മേളിൽ പോയതുകൊണ്ട് അത് ഞാൻ ചെയ്യാതെ. നമ്മൾ ഇങ്ങനത്തെ ഒരു ടൗൺ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ഇതേ കുക്കു ക്ലോക്ക്. വേണ്ട, ഭയങ്കര വിലയാ, ആ വഴിയേ പോണ്ട. സെയിന്റ് ജേക്കബ്സ് കത്തീഡ്രൽ 11th century ചേർച്ചാണ്. ഇത് 4 തവണ ഡിസ്ട്രോയ് ആയിട്ട് 4 തവണ ബിൽഡ് ചെയ്തതാണ്. എർത്ത് ക്വേക്സും ഫയർസും കാരണം. ഒരുവിധം യൂറോപ്പിലെ മിക്ക സ്ഥലം എർത്ത് ക്വേക്സ്, ഫയർ, വാർ എല്ലാത്തിലും കൂടെ ഡിസ്ട്രോയ് ചെയ്താ. പക്ഷെ വീണ്ടും വീണ്ടും കുറെയൊക്കെ റീകൺസ്ട്രക്ട് ചെയ്താ. ഓക്കെ, കറക്റ്റ് ടൈം. അതുകൊണ്ടൊന്നല്ല ചരിഞ്ഞിരിക്കുന്ന ആംസ്റ്റർഡാമിലൊക്കെ. അത് പിന്നെ അന്നത്തെ കാലത്തെ കൺസ്ട്രക്ഷൻ അല്ലേ. ഈ ഫ്രെയിം ഒഴികെ തോന്നും. 11 വർഷമായി. അത് അകത്ത് കയറി കാണണം പ്രിയ. ഇറ്റ് ഇസ് ഗോർജിയസ് ചേർച്ച്. എല്ലാ ചേർച്ച് പോലെ തന്നെ ഇതും ഗോർജിയസ് ആണ്. ഭയങ്കര വർക്കാണ്. അതിനെക്കാട്ടി ഏറ്റവും ഭംഗിയെന്ന് പറയും പിങ്ക് കളർ മാർബിൾസ് ആണ്. മതിൽ മൊത്തം പിങ്ക് കളർ മാർബിൾസും. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് സീലിംഗ് നോക്കുക. അപ്പൊ കാണാം അതിന്റെ ഭംഗി. മസ്റ്റ് കയറി കാണേണ്ട സ്ഥലമാണ്. ഞാൻ എടുത്തു വീഡിയോ എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്റെ സംസാരിക്കുന്ന കറക്റ്റ് അല്ലല്ലോ. അതാ പള്ളി. ഞാൻ പക്ഷെ ഇവിടെ അടുത്ത് ബെസ്റ്റ് ഓസ്ട്രിയൻ ഫുഡ് എവിടെയാന്ന് അടിച്ചു നോക്കിയപ്പോ ഗസ് ചെയ്യത്തില്ല എവിടെയാ വന്നേന്ന്. ഇവിടെ നിയർ ബൈ മീന്ന് ബെസ്റ്റ് ഓസ്ട്രിയൻ ഫുഡ് എവിടെയാന്ന് ഐക്കിയയില്. ഐക്കിയയിലാണ് ഇവിടുത്തെ അടുത്ത ബെസ്റ്റ് ഓസ്ട്രിയൻ ഫുഡ് കിട്ടുന്നത്. 2 kilometers ഉള്ളു. Only to have food. No shopping. അങ്ങനെ ഒരു കാര്യം മനസ്സിലായി, ഈ ഇവിടുത്തെ ഈ ഓസ്ട്രിയൻസിന് നമ്മളെ മലയാളികളെ ഇഷ്ടമാണ്. നമ്മുടെ മലയാളി ഭാഷ ഉണ്ട്. വേറൊരു ലേഡി, ഒരു ഏജ് ആയിട്ടുള്ള ഒരു അപ്പൂപ്പൻ ചേർച്ച് എന്ന് പറഞ്ഞു വേദുവിനോട് വിച്ച് ലാംഗ്വേജ്. അവർക്ക് എനിക്കൊന്നും നമ്മള് പാട്ട് പാടുന്ന പോലെ തോന്നിക്കാണും. യു ആർ നോട്ട് ഹിയർ നോ. എന്തായാലും ഓസ്ട്രിയൻസ് മലയാളികളെ ഇഷ്ടമാണ്. അത് ഒരു നല്ല കാര്യം അല്ലേ. ഇവിടെ എല്ലാരും ഭയങ്കര വെൽക്കമിങ്ങും ആയിരുന്നു. നല്ല ആൾക്കാരാ. നല്ല ഗ്രീറ്റിംഗ് ഒക്കെയാ. ഇഷ്ടപ്പെട്ടു, സ്ഥലം ഇഷ്ടപ്പെട്ടു. ആൾക്കാർ നന്നായാലും സ്ഥലം ഇഷ്ടപ്പെട്ടുള്ളൂ. സ്ഥലം എത്ര നന്നായാലും
ആൾക്കാർ കൊള്ളില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ട, ഇത് ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് പോലെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് പോലെ ഒക്കെ ഇരിക്കില്ലേ, അകത്ത് പോകുമ്പോൾ ഓപ്പൺ ആണ്, മോളാണ്. ഇവിടുത്തെ മോൾസ് ഇങ്ങനെയാണ്, പ്രോപ്പർ മോൾ. പസാജ് എന്ന് പറയും, പസാജിൽ കൂടെയാണ് മോളില്. ഈ പസാജ് ആണ് ആക്ച്വലി മോൾ. നല്ല കോൺസെപ്റ്റ് അല്ലേ, ഒരു ഓപ്പൺ മോൾ പോലെ. എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. പെട്ടെന്ന് തണുപ്പും ഇല്ല അതിൻ്റെ അകത്ത്. ഹീറ്റഡ് ആണെങ്കിൽ പക്ഷെ ഓപ്പൺ ആണല്ലോ, നല്ല രസമുണ്ട്. അല്ല, രണ്ട് സൈഡും ഓപ്പൺ അല്ലേ. നമുക്കേ പയ്യ ഐക്യയിലേക്ക് തന്നെ പോവാം, വിശക്കുന്നു. ഫുഡ് ഐക്യൻ, ഓസ്ട്രിയൻ ഐക്യ. ഇനി യൂറോപ്പിൽ വന്നിട്ട് ഐക്യ പോയില്ലാന്ന് വേണ്ട, പക്ഷെ ഇത്തവണ ഫുഡിന് വേണ്ടിയാ. അതെ, ഐക്യയിലെത്തി പ്രിയ. ഐക്യയിൽ വെൽക്കം ചെയ്ത് തന്നെ അടുത്ത് വേത്തിടട്ടെ. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്തല്ലേ. വാ, നമുക്ക് ഫുഡ് എടുക്കാം. വേദം അവിടെ കളിക്കട്ടെ, പക്ഷെ ഫുഡ് എടുത്തിട്ട് വ്യൂ കാണിക്കാം. സാധാരണ ഐക്യയിലൊക്കെ എന്ത് വ്യൂ ആണെന്ന് വിചാരിക്കും. അടുത്ത് തന്നെ ഇരിക്കണം, കാരണം അവിടെയാ വ്യൂ. സാലഡ് വേണോ? നിറയായിട്ട് അതിനല്ലേ സാലഡ് വരുന്നത്. ഇത് ട്യൂണ, മറ്റേ സാൽമൺ, സാലഡ്സ് നോക്കാം. ഇവിടെ ഇതും ചിക്കൻ ഡ്രംസ്റ്റിക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ എനിക്ക് മീറ്റ് ബോൾ ഉണ്ട്. ഇവിടെ കൊതി ആയതുകൊണ്ട് 2 മീറ്റ് ബോൾസ് എടുത്തു. നമ്മുടെ ലിങ്കുബറി ഉണ്ട്, ഇതിന്റെ പാസ്ത, ഒരു ചോക്ലേറ്റ് മൂസ്, ഒരു ചോക്ലേറ്റിന്റെ ഇതെന്തോ ഇവിടുത്തെ സംഭവം എന്ന് പറയാം, ചോക്ലേറ്റ് സംതിങ്. ഇനി ജ്യൂസും കൂടെ എടുത്തോണ്ട് വരാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ക്രൊസാൻസ് അതൊക്കെ കഴിക്കാം. വ്യൂ കാണിക്കട്ടെ. വ്യൂ കണ്ട, ഐക്യയുടെ വ്യൂ നോക്കിക്ക്. വേറെ എവിടെയെങ്കിലും കിട്ടും ലോകത്ത് ഇതുപോലെ ഒരു വ്യൂ ഐക്യയില്, അല്ലേ? ഐക്യയില് പോമഗ്രാനറ്റ്, ഇത് സോഡ, ഇത് ബീട്രൂട്ട് ആണോ, ഇത് 2 ലെമൺ, സ്ട്രോബെറി. ഞാൻ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇത് അൺലിമിറ്റഡ് ആണ്, €1 കണ്ടേ ഉള്ളൂ. കണ്ടിട്ട് ഭയങ്കര നന്നായിട്ട് തോന്നുന്നു, ഭയങ്കര ക്രേവിംഗ്. ഗ്രീൻ പീസ് അല്ലേ? മറ്റേ ലിങ്കുബറി എങ്ങനെയുണ്ട്? അത് പീസിന്റെ കൂടെ കഴിച്ചു നോക്ക്. സൂപ്പറാ, വെറുതെയല്ല ഐക്യ വന്നത്. ഞാൻ ഈ ഐക്യയുടെ വ്യൂവിന്റെ കുറെ ഫോട്ടോ കണ്ടേ, അതും കൂടെ കഴിക്കാനാണ് വന്നത്. എന്നോട് ഇത് ഫുഡും അടിപൊളിയല്ലേ, നമുക്ക് ഫുഡ് വിത്ത് വ്യൂ എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ ഓരോ എലമെന്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഞാൻ പറയാം, ഇറ്റ് ഇസ് ഡാം ഡെലിഷ്യസ്. യു വിൽ നെവർ റിഗ്രറ്റ് കമ്മിങ് ടു ആൻ യൂറോപ്യൻ ഐക്യ. ആദ്യം തന്നെ ഇവിടെ മാഷ് പൊട്ടാറ്റോ, സൂപ്പർ സ്മൂത്ത്, സൂപ്പർ ക്രീമി, എക്സ്ട്രാ ബട്ടറി, അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ആൻഡ് പ്രിയ പറയുന്ന പോലെ ഇവരുടെ ഗ്രീൻ പീസ്, കൈൻഡ് ഓഫ് സ്വീറ്റ്, പെർഫെക്റ്റ്ലി ബോയിൽഡ്. കടിക്കുമ്പോൾ ഒരു നല്ല ബൈറ്റ് ഉണ്ട്, നത്തിങ് ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷെ നല്ലൊരു ഗ്രീൻ പീസ്, ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ആൻഡ് ദ സ്റ്റാർ, ഇതിൻ്റെ ഈ ഗ്രേവി ആൻഡ് മീറ്റ് ബോൾ, ദിസ് ഇസ് സോ ഗുഡ്. ഒരു മഷ്റൂം ബേസ് സോസ് പോലെയാണ്, സോ ഒരു ട്രഫിളിൻ്റെ ഫ്ലേവർ ഉണ്ട്. ആൻഡ് ദ മീറ്റ്, നോ, ഇറ്റ് ഇസ് സച്ച് വെൽ കുക്ക്ഡ് ഗ്രൗണ്ട് ബീഫാണ്. മിൻസ് ബീഫും കുറച്ച് ഒണിയൻസും വെച്ച് ഈ ഒരു സോസിലും കൂടെ മുക്കി കഴിക്കുമ്പോൾ ഒരു ജാം എന്ന് പറയാം. ഓ, ഭയങ്കര റിഗ്രറ്റ് ആയി പോന്നെ. യൂറോപ്പിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള നമുക്ക് ഇത് കിട്ടുള്ളൂ. ദുബായിലും നല്ലതാണ്. അടിപൊളി. ഡ്രിങ്ക് ഉണ്ടല്ലോ പ്രിയ, എനിക്ക് കുടിക്കുമ്പോൾ ഭയങ്കര വിഷമം. എവിടെ നമ്മളിത് ലീറ്റർ കണക്കിന് കുടിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? പോക്രിപ്സ് കഴിക്കുമ്പോ വലിയ വലിയ ബോട്ടിൽ ഓർഡർ ചെയ്ത ലീറ്ററിന്റെ ആയിരുന്നില്ല അവര് തരുന്നത്, ഓർമ്മയില്ലേ? ചെറി ജ്യൂസ്, ചെറി. നമ്മുടെ യുക്രൈൻ ബ്ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഓർമ്മ കാണും. എപ്പോഴും നമ്മൾ ഇതാ കുടിച്ചോണ്ടിരുന്നത്. എന്താ തീരെ പുഡിംഗ് ആണോ? അല്ല, ഒരു പുഡിംഗ് പോലെ തന്നെ ഒരു കസ്റ്റർഡ്. ഈ പ്രിയനോട് ഒരിക്കലും ഫുഡിന്റെ അഭിപ്രായം ചോദിക്കരുത്. അത് പറഞ്ഞാ മതി, നല്ലതാണ്. കണ്ട, ചോക്ലേറ്റും ഒരു ക്രീമും പോലെയുള്ള ഒരു മിക്സ്. കൊള്ളാം, കണ്ടിട്ട് കൊള്ളാം. പ്രിയ, അവിടെ ഒരു ഹസ്കി ഇരിക്കുന്നുണ്ട്. അതിനെ കാട്ടി ഭംഗിയുള്ള ഒരു ഡോഗിനെ ലൈഫിൽ കണ്ടു കാണണം. ഡോഗ് പോയി കണ്ടു നോക്ക്. വീഡിയോ എടുക്കാൻ പറ്റുമോ? ഇല്ല, അവർ സമ്മതിക്കില്ല. My God. What is his name? Huh?
Boy? Is a boy? Can I touch him? Does it bite? I'm scared. How old is he? How old is he? Oh, he's handsome boy. Handsome boy. അയ്യടി ഏത് വന്നാ ഇപ്പൊ ഇതിന് മേലെ കിടക്കും. ഏത് നോക്ക്. Very handsome dog. Very beautiful. How beautiful is this dog? Yeah, that's what I told her. Very handsome. Very handsome. പ്രിയ പയ്യ ഇറങ്ങാം, ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഇറങ്ങാം. അതെ, ഇങ്ങനത്തെ എനിക്ക് വാങ്ങണമെന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സിന്റെ വെളിയിൽ ഇങ്ങനത്തെ നമുക്ക് AC ഇട്ടിട്ട് അതിട്ട് ഇരിക്കാം എവിടെയെങ്കിലും. അല്ല, ഇത് എനിക്കൊന്ന് നമ്മുടെ ഡൈനിങ് റൂമിലെ കസേരയിലല്ലോ വെക്കാം. എനിക്ക് ഇതിലിരുന്ന് കഴിക്കണം. എന്ത് കംഫർട്ടബിൾ ആണെന്നറിയോ? ആ കണ്ടാ കണ്ടാ. നല്ല സാധനം പറയും. ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. തണുപ്പത്ത് നല്ല ചൂടായി നിൽക്കാൻ. ചിലവര് വാക്കിംഗ് ക്ലോസറ്റിന്റെ താഴെ റഗ്ഗായിട്ട് ഇടും. അത് ഇതല്ല, അത് റഗ്ഗാ. എന്താ പിന്നെ? അയ്യോ, കാണിക്കാണെങ്കിൽ കുറെ ഉണ്ട് കേട്ടാ. പുതിയ പുതിയ സാധനങ്ങളുണ്ട്. കുട്ടികളുടെ ഏരിയ തന്നെ കുറെ സാധനങ്ങളുണ്ട്. കുറെ പ്ലേ ഏരിയയും. എത്ര ടൈപ്പ് ബെഡാ നോക്ക്. ബാംഗ്ലൂരൊന്നും ഇത്രയും ബെഡൊന്നും ഇല്ലായിരുന്നു. ഇതുപോലത്തെ ബെഡൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല ഇന്ത്യയില്. മമ്മി പറയണ പോലെ എനിക്ക് ഐക്യയില് വല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വേക്കൻസി എന്തായാലും കാണും. പോയി നിങ്ങൾക്ക് കണ്ടോണ്ട് നടന്നോണ്ട് നല്ല പണിയാ. വേദുന്റെ പെങ്ക്വിന്റെ കണ്ട, അതാ നമ്മള് വാങ്ങിയത്. നാട്ടിൽ കിട്ടുമെന്ന് നോക്കണം ഈ ടൈപ്പ്. വേദുവിന് ഇങ്ങനത്തെ ഒന്നും കൂടെ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ കളിക്കും ചെയ്യാം. നമ്മൾ കണ്ടില്ല ബാംഗ്ലൂര്, നാട്ടിലുണ്ടോന്ന് അറിയില്ല, പറയാൻ പറ്റില്ല. ചിലതൊക്കെ ഓരോ രാജ്യം സ്പെസിഫിക് ആയിരിക്കും. ചിലതൊക്കെ നല്ലതാ. അവന്റെ ടോയ്സ് ഒക്കെ ഒതുങ്ങിയിരിക്കും. അടിയിൽ കളിക്കാം. അവന്റെ ഫ്രണ്ട്സ് വരുമ്പോ അടിയിലും കിടക്കാം, മുകളിലും കിടക്കാം. അവന് ഇതില്ലായിരുന്നു ബാംഗ്ലൂർ, എന്തായാലും ഇല്ലായിരുന്നു. ഏതാ നൈസ്? ഈ ബെഡ്റൂം നല്ലതാണ്. ഇത് ഓർമ്മയുണ്ടോ പ്രിയ? ഫീഡിംഗ് പിള്ളേ വാങ്ങി തന്നത്. ഇതിന്റെ വലുത് എവിടെ പോയെന്ന് അറിയില്ല. കൊടുത്തോ? വീട്ടിൽ കാണുന്നില്ല. അത് നല്ല സാധനമായിരുന്നു. പ്രഗ്നന്റ് ആവുമ്പോ ബാക്കി ചാരി ഇരിക്കാനും ഫീഡ് ചെയ്യാനും എല്ലാത്തിനും നല്ലത്. കുറെ സ്ഥലത്തെ കോൺസെപ്റ്റ് ഇതാ പ്രിയ. ബാത്ത് ടബ് വെളിയില്ല, ബാത്റൂമിലല്ല, ബെഡ്റൂമിന്ന് ബാത്ത് ടബിലേക്കാ നേരെ. ഇല്ല, എന്താന്ന് എനിക്കറിയാം. അങ്ങനെ കുറെ സ്ഥലത്ത് കണ്ട്. ഹോട്ടൽസിലും ഇപ്പൊ കുറെ കാണുന്നുണ്ട്. എന്നിട്ട് ബാത്റൂം വേറെ. ഓ, അന്തുനും അല്ല ഇത് കൊടുത്തോണ്ടല്ലോ. അതിലായിരിക്കും അന്മേരിയൻ ഇവിടെ കിടക്കും, അന്തു അവിടെ കിടക്കും. ഇത്രയും ബാത്ത് വീക്ക്നെസ് ഉള്ള ഒരാള്. അതിന്റെ ബാക്കിയാണ് വേദു. രണ്ടുപേരും ഒരേ ഡേറ്റ് ആണല്ലോ, ബർത്ത്ഡേ 30 നവംബർ. അതിന്റെ ആയിരിക്കും. ഏത് ഷോപ്പിൽ പോയാലും വില സാധനം കൂടിക്കൂടിയല്ലേ വരുന്നത്. ഐക്യ വരുമ്പോ കുറഞ്ഞു വരുന്ന പോലെ തോന്നും. കുറെ സാധനങ്ങൾക്ക് ഭയങ്കര വില കുറവ്. അതെങ്ങനെയാ അങ്ങനെ? കാണിച്ചു തരില്ല, ഞാൻ ഒബ്സർവ് ചെയ്യത്തേ ഉള്ളൂ. ഭയങ്കരമായിട്ട് വ്യത്യാസം തോന്നുന്നു റേറ്റ്സേ. ഇത്രയും വലുതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എല്ലായിടത്തും കുറച്ചൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു 12 അടി 13 അടിയുടെ അടുത്തുള്ള ഒരു വാളാ ഐക്യയുടെ. നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്നു. ഇത് ഫുൾ ചെടികളുടെ സെക്ഷനാ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇറങ്ങുവാണ്. വളരെ കുറച്ച് ദിവസമേ ഉള്ളായിരുന്നു. ആക്ച്വലി ഒരു ദിവസം ഉള്ളായിരുന്നു. നമ്മുടെ പ്ലാൻ മൊത്തം ചേഞ്ച് ആയി. കാരണം ഡാഡി മമ്മി പോയപ്പോൾ ശരിക്കും നമ്മൾ ഓസ്ട്രേലിയയിൽ 3-4 ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ഡാഡി മമ്മി പോയപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്ത് പിന്നെ ലാസ്റ്റ് മൊമെന്റ് വരെ കിട്ടിയില്ല. ഞങ്ങൾ മ്യൂണിക്കിൽ ആക്ച്വലി താമസിക്കേണ്ടല്ലായിരുന്നു. പക്ഷേ അതൊരു ബേസ് ആക്കി ഇവിടെയും ജർമ്മനിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും അടിപൊളിയായിരുന്നു ഇൻസ്ബ്രൂക്ക്. ഭയങ്കര വൈബുള്ള ഒരു സിറ്റിയാണ്, എസ്പെഷ്യലി ഇൻ ദ വിന്റർ. മസ്റ്റ് വിസിറ്റ് ഇൻ ദ വിന്റർ. അപ്പോൾ എന്തായാലും ഒരു ഹോട്ട് ഡോഗും കൂടെ കഴിച്ച് ഐക്യയിൽ നമുക്ക് ഇറങ്ങാം. ഇപ്പം ഒരു സാധനം വാങ്ങി കേട്ടോ ഐക്യയിൽ. വലിയ സാധനം ഒന്നല്ല, എന്നാലും വാങ്ങി. കിടിലൻ സോസേജ്, കിടിലൻ. ഐക്യം വന്നതും ഭയങ്കര നന്നായി അല്ലേ? കിടിലൻ ഫുഡായിരുന്നു. ഒരുപാട് നേരം എൻജോയ് ചെയ്തു. തണുപ്പിന്ന് ഒരു പ്രൊട്ടക്ഷനുമായി. അപ്പൊ എന്തായാലും നാളെ നമുക്ക് വീണ്ടും
വേറെ അടിപൊളി വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ. ബൈ ഇവിടെ നോക്കി പറ. ബൈ.